നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത് ബാക്ക്വേർഡ് എലിമിനേഷനാണ്, ഫീച്ചർ സെലക്ഷൻ്റെ. ബാക്ക്വേർഡ് എലിമിനേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമ്മളെ കറക്റ്റായിട്ടുള്ള ഫീച്ചർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്, ലോജിസ്റ്റിക് റിഗ്രഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ പേരിൽ റിഗ്രഷൻ ആണെങ്കിലും ഇത് മെയിനായിട്ട് ഉപയോഗിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുള്ളൂ. അതും ബൈനറി ക്ലാസിഫിക്കേഷനാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, 2 ക്ലാസ് മാത്രമുള്ള ടൈപ്പ് പ്രോബ്ലംസ്. അപ്പോൾ ഇതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പഴയ വീഡിയോകളിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ആ സ്ട്രക്ചർ പഠിച്ച് വെച്ച് എളുപ്പമായിരിക്കും. കാരണം ഇതിൻ്റെ ഇനി ആകെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണോടത്ത് മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. കാരണം ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് കൺഫ്യൂഷൻ മെട്രിക്സും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ടേംസ് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ മോഡൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. മറ്റോടത്താണെങ്കിൽ RMS MS ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, R² ഒക്കെ. അത് മാത്രമാണ് അതിൽ വ്യത്യാസം വരുള്ളൂ. അവിടം വരെയുള്ള എല്ലാ സ്റ്റെപ്പും സെയിം ആണ്, മോഡൽ ഫിറ്റ് ചെയ്യണതടക്കം. ആകെ ആ ഇവാലുവേറ്റ് ചെയ്യണ കാര്യത്തിൽ മാത്രമാണ്, പെർഫോമൻസ് ഇത് ചെയ്യണോടത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യണം. ഡാറ്റ സെറ്റ് റീഡ് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യിച്ച് നോക്കി ഡാറ്റ ലോഡായിട്ടില്ല എന്നുള്ളത്. നൾ വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നൾ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ അത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോയെന്ന് എനിക്ക് ചെയ്തപ്പോൾ 33 റോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റിനെ കളയാം. അതിന് വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഇവിടെ ഇൻപ്ലേസ് ട്രൂ കൊടുത്താണ് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞേക്കണതാണ്. ഒറിജിനലായിട്ട് ഈ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇൻപ്ലേസ് ട്രൂ കൊടുത്താണ്, അല്ലെങ്കിൽ അവിടെ ഒരു കോപ്പി മാത്രമേ വരുള്ളൂ. അപ്പോൾ റൺ ചെയ്യാം. അത് ചേഞ്ച് ആയുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫീച്ചറും ടാർഗറ്റായിട്ട് നമുക്ക് മാറ്റണം. എക്സിലേക്ക് ഫീച്ചേഴ്സും അതേപോലെ വൈയിലേക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ട വേരിയബിൾ എടുത്ത് വെക്കണം. അപ്പോൾ എക്സ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഐലോക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ കോളം മാത്രമേ ഉള്ളൂ, എന്ന് വെച്ചാൽ എല്ലാ റോയും വേണം, വേറെ റേഞ്ചൊന്നും കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ കൊടുത്താണ് നോക്കി, കോളത്തിന് മുന്നേ ബ്ലാങ്ക് ആണ്, കോളം കഴിഞ്ഞിട്ട് -1. അപ്പോൾ കോളത്തിന് മുന്നേ ബ്ലാങ്ക് ആണെങ്കിൽ 0th ഇൻഡെക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അർത്ഥം. ലാസ്റ്റ് കൊടുത്താണ് -1, അത് വേണ്ട, അതിന് തൊട്ട് മുന്നേ വരെ പോകും. -1 ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ കോളത്തിനാണ് -1 വെച്ച് മെൻഷൻ ചെയ്യണേ. അപ്പോൾ ഈ കോളൻ -1 എന്ന് കൊടുത്തേക്കണ കാരണം അതിന് തൊട്ട് മുന്നേ വരെയുള്ള 0 തൊട്ട് അതിന് തൊട്ട് മുന്നേ വരെയുള്ള കോൾ കൊടുക്കും. അപ്പോൾ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ 2 കോളം അതാണ് നമ്മുടെ ഫീച്ചേഴ്സായിട്ട് വരാം. ഇനി ഈ വൈയിലേക്ക് നമുക്ക് വേണ്ടത് ലാസ്റ്റത്തെ കോളമാണ്, എല്ലാ റോയും വേണം. അത് കാരണം കോളൻ മാത്രം ഫസ്റ്റ്, പിന്നെ ഇവിടെ റേഞ്ച് ഇല്ലാണ്ട് ഡയറക്റ്റ് ആ ഇൻഡെക്സാണ് കൊടുത്താണ്, ആ ഒരൊറ്റ കോളം മതി നമുക്ക്. -1 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കോളത്തിൻ്റെ ഇൻഡെക്സാണ് കൊടുത്താണ്. അങ്ങനെ നമ്മൾ ഫീച്ചേഴ്സും അതേപോലെ ടാർഗറ്റും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് രണ്ടാക്കി മാറ്റി, എക്സും വൈയിലേക്ക് ആയിട്ട്. നമുക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് ഡാറ്റയും ടെസ്റ്റിംഗ് ഡാറ്റയായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറക്റ്റ് ഒരു പർട്ടിക്കുലർ റേഞ്ചിലേക്ക് ആക്കി മാറ്റണം, സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യണം. സ്റ്റാൻഡേർഡ് സ്കെയിലറിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യണത്. ഇത് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഇവിടെ ട്രെയിനിങ്ങിൻ്റെ ഡാറ്റ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ കൂടെ ഫിറ്റ് ട്രാൻസ്ഫോം ഉപയോഗിക്കുകയുള്ളൂ. ടെസ്റ്റിൻ്റെ കൂടെ ട്രാൻസ്ഫോം മാത്രമേ കൊടുക്കുകയുള്ളൂ. കാരണം ഇവിടെ ഈ ഫിറ്റ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഈ ട്രെയിനിങ് ഡാറ്റ ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് സ്കെയിലർ പഠിക്കുക എന്ത് റേഞ്ചിൽ അതിനെ മാറ്റേണ്ടതെന്നുള്ളത്. എന്നിട്ട് അതേ അവിടുത്തെ ആ ഒരു റേഞ്ചിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് മാത്രമേ കൊടുക്കുകയുള്ളൂ, ട്രാൻസ്ഫോം മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തു. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിനി മോഡൽ ഉണ്ടാക്കാം, മോഡലിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ലോജിസ്റ്റിക് റിഗ്രഷൻ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. അതിരിക്കുന്നത് SKLearnൽ ലീനിയർ മോഡൽ എന്ന് പറഞ്ഞ പാക്കേജിലാണ്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഇമ്പോർട്ട് ചെയ്തു, അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇവിടെ കൊടുത്താണ് പേര് ലോഗ് റിഗ് എന്നാണ് കൊടുത്തത്. അപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ഇവിടെ ഈ പേര് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, എല്ലാവരും കൊടുക്കണമെങ്കിൽ എല്ലാവരും കൊടുക്കാം, റിഗ്രസർ എന്ന് കൊടുക്കണമെങ്കിൽ റിഗ്രസർ എന്ന് കൊടുക്കാം, മോഡൽ എന്ന് കൊടുക്കണമെങ്കിൽ മോഡൽ എന്ന് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ലോജിക്കലി ഇത്തിരി കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ലോഗ് REG എന്ന് പറഞ്ഞ് കൊടുത്താണ്, ലോജിസ്റ്റിക് റിഗ്രസർ എന്നുള്ളൊരു മീനിങ്ങിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, മോഡലിലേക്ക് നമ്മുടെ ട്രെയിനിങ് ഡാറ്റ ഫിറ്റ് ചെയ്തു, മോഡലിനെ ലേൺ ചെയ്യിച്ചു. logrig.fit xtrain ytrain ഫീച്ചേഴ്സും ട്രെയിനിങ് ഫീച്ചറും അതേപോലെ ടാർഗറ്റും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, മോഡലിനെ ട്രെയിൻ ചെയ്യിച്ചു. ഇനി എന്ത് ചെയ്യണം, പ്രഡിക്ഷൻസ് നടത്തണം. ആദ്യം തന്നെ ytrain ബ്രെഡിലേക്ക് ട്രെയിനിങ് ഡാറ്റയുടെ പ്രഡിക്ഷൻ നടത്തി. അത് കഴിഞ്ഞ് ടെസ്റ്റ് ബ്രെഡിലേക്ക് എന്ത് നടത്തി, ടെസ്റ്റ് ഡാറ്റയുടെ പ്രഡിക്ഷൻ നമ്മൾ നടത്തി. പ്രഡിക്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ലീനിയർ റിഗ്രഷനിൽ എല്ലാത്തിലും ചെയ്ത ഈ സെയിം പരിപാടിയാണ് മോഡൽ ഉപയോഗിച്ച് പ്രഡിക്റ്റ് ചെയ്യണത്. റൺ ചെയ്യാം. അപ്പോൾ അത് റണ്ണായുണ്ട്.
അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം ക്ലാസിഫിക്കേഷനിൽ നമ്മളതിനെ വാല്യുവേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പല മെട്രിക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിലും ഉപയോഗിക്കുന്നത് കൺഫ്യൂഷൻ മെട്രിക്സ് ആണ്. അതിലെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഓരോ സ്കോറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണത്. അപ്പോൾ ഈ കൺഫ്യൂഷൻ മെട്രിക്സ് പ്ലോട്ട് ചെയ്യാൻ പല രീതിയുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ മറ്റോണം സബ് പ്ലോട്ടൊക്കെ വെച്ച് ചെയ്യാം. അത് കുറേ കോഡ് ഉണ്ടാവും. എനിക്ക് തോന്നിയത് ഇതാണ് ഈസി ആയിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് കാട്ടിയാണ്. വേറെ മെത്തേഡ്സിൽ നമുക്ക് കൺഫ്യൂഷൻ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ് പ്ലോട്ടിങ് ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇതിൽ ഡയറക്റ്റ് സ്കെയിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട് മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ. അതാണ് ഇവിടെ ചെയ്യണേ. അതിന് മുന്നേ ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ചെയ്തേക്കുന്നത് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാട്ടോ. ആദ്യം തന്നെ അപ്പോൾ കൺഫ്യൂഷൻ മെട്രിക്സ് ഇരിക്കുന്നത് സ്കെയിൽ ചെയ്യാനുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞ പാക്കേജിലാണ് എന്തിരിക്കണത് കൺഫ്യൂഷൻ മെട്രിക്സ് ഇരിക്കണത്. അപ്പോൾ ആദ്യം തന്നെ അത് ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് CM ട്രെയിൻ അതിന് കൺഫ്യൂഷൻ മെട്രിക്സ് ട്രെയിനിങ്ങിൻ്റെ കൺഫ്യൂഷൻ മെട്രിക്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേര് കൊടുത്താണ്. ടെസ്റ്റിൻ്റെ കൺഫ്യൂഷൻ മെട്രിക്സ് സ്റ്റോർ ചെയ്യാൻ CM ടെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, മെത്തേഡിൻ്റെ പേര് കൺഫ്യൂഷൻ മെട്രിക്സ് എന്നാണ്. എന്നിട്ട് എന്താ ചെയ്യുക, പാസ് ചെയ്യുക. വൈ ട്രെയിൻ പ്രഡിക്ഷനും പാസ് ചെയ്യുക. ടെസ്റ്റിൻ്റെ കണ്ടുപിടിക്കാൻ വൈ ടെസ്റ്റ് പ്രഡിക്ഷനും പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പാസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആക്ച്വൽ വാല്യൂ അതേപോലെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത വാല്യൂ, അതാണ് ഈ പാസ് ചെയ്യണത്. ആദ്യം ട്രെയിനിങ്ങിൻ്റെ കൺഫ്യൂഷൻ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതും, പിന്നെ ടെസ്റ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതും. ടെസ്റ്റിൻ്റെ സമയത്ത് ആക്ച്വൽ ഡാറ്റയും പ്രഡിക്ഷൻ ഡാറ്റയും. എന്നിട്ട് അത് റൺ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്തേക്ക് ഈ സംഭവം വന്നിട്ടുണ്ട്. CM ട്രെയിനും CM ടെസ്റ്റിൽ ഇത് വന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. CM ടെസ്റ്റ് ക്യാപ്സ് ലോക്ക് ആണായിരുന്നു. CM ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതൊരു അറേ പോലത്തെ ഒരു രീതിയിലാണ് തന്നെ. നമ്മളിപ്പോൾ പഠിക്കുമ്പോഴാണെങ്കിലും കൺഫ്യൂഷൻ മെട്രിക്സ് നമ്മൾ വരയ്ക്കണ ഒരു രീതിയുണ്ട്. അതാണ് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇത്തിരി ഈസിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവണേ. അത് വരയ്ക്കാനാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ മെത്തേഡ് ഉണ്ട്. പ്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ വരയ്ക്കാം. അതിനും എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് SQL തന്നെ ഒരു മെത്തേഡ് ഉണ്ട്, കൺഫ്യൂഷൻ മെട്രിക്സ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത് വെച്ച് വരയ്ക്കണമായിരിക്കും ഇത്തിരി ഈസി. അതാകുമ്പോൾ അധികം കോഡൊന്നും ഓർത്തിരിക്കാനില്ല. അപ്പോൾ ഇത് നോക്കാം നമുക്ക്. ഇനി ഞാനിവിടെ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് സബ് പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ തന്നെയാണ് കുറേ ഇനിയിപ്പോൾ നമുക്ക് ആക്യുറസിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാണ്ട്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഫ്രം sklearn.metrics എന്ന് പറഞ്ഞ് ഇതേപോലെ ഇമ്പോർട്ട് ചെയ്യണതിനും എളുപ്പം. ഒറ്റയടിക്ക് ഇതേപോലെ മെട്രിക്സ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അതിലുള്ള എല്ലാം വിളിക്കാം. അതുകാരണം ഞാൻ ഡയറക്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമുക്ക് CM ഡിസ്പ്ലേയിലേക്കാണ് ഇതിൻ്റെ ഇത് വരയ്ക്കാനുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെട്രിക്സിലാണ് ഈ മെത്തേഡ് ഇരിക്കുന്നത്. മെത്തേഡിൻ്റെ പേര് കൺഫ്യൂഷൻ മെട്രിക്സ് ഡിസ്പ്ലേ എന്നാണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ C ക്യാപിറ്റലാണ്, M ക്യാപിറ്റലാണ്, D ക്യാപിറ്റലാണ്. ഇതിങ്ങനെ കൊടുത്താൽ മാത്രമേ വരുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. C സ്മോൾ ലെറ്റർ അടിച്ചാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ പറഞ്ഞതിൽ അറിഞ്ഞാൽ സ്മോൾ ലെറ്റർ ആയത് വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ CON ക്യാപിറ്റൽ അടിച്ച് കഴിയുമ്പോൾ ടാബ് ഞെക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഓർമ്മ വന്നോളും. ബാക്കിയും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ CON അടിച്ചിട്ട് തന്നെ ഞാൻ ടാബ് ഞെക്കിയാൽ കണ്ടോ ഓട്ടോമാറ്റിക് വന്നോളൂ. കാരണം ഈ മെട്രിക്സിൽ ഇത് ഇങ്ങനെ തുടങ്ങുന്ന ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. ടാബ് ഞെക്കുമ്പോൾ വന്നോളും. അല്ലെങ്കിൽ സജഷൻ വരും, അതിൽ നിന്ന് ഇത് എടുത്താൽ മതി. നിങ്ങൾ കൺഫ്യൂഷൻ മെട്രിക്സ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ മെത്തേഡ് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ആദ്യം പാസ് ചെയ്യേണ്ടത് കൺഫ്യൂഷൻ മെട്രിക്സ്. നമ്മളിപ്പോൾ ഇതേപോലെ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ ആ മെട്രിക്സ് പാസ് ചെയ്യണം. പിന്നെ പാസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലേബൽ ഇത് കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് വരുന്നത് 0യും 1ഉം കേട്ടോ. 0, 1 രണ്ടെണ്ണം ഉള്ളെങ്കിൽ 0യും 1ഉം വരും. 3 എണ്ണം ഉണ്ടെങ്കിൽ 0, 1, 2 വരും. അങ്ങനെ 0 തൊട്ട് n-1 വരെയാണ് ഡിഫോൾട്ടായിട്ട് ലേബൽ വരാം. ഇവിടെ ഞാൻ ഇതെന്താണെന്ന് പറയാം. അപ്പോൾ ആദ്യം പാസ് ചെയ്യേണ്ടത് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ മെട്രിക്സ്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് കൺഫ്യൂഷൻ മെട്രിക്സ് ഈക്വൽ ടു ഏതാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട കൺഫ്യൂഷൻ മെട്രിക്സ്, ആ മെട്രിക്സ് കൊടുക്കണം. ഞാൻ ഇവിടെ ടെസ്റ്റിൻ്റെ ആണ് കൺഫ്യൂഷൻ മെട്രിക്സ് പാസ് ചെയ്യാൻ പോണേ. അതിരിക്കുന്നത് CM ടെസ്റ്റിലാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ കൺഫ്യൂഷൻ മെട്രിക്സ് ഈക്വൽ ടു CM ടെസ്റ്റ് എന്ന് കൊടുത്തു, കോമ. ഇനി അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ലേബിൾസ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഈ കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ ഓരോ കോളം ഉണ്ട്, അതിൻ്റെ ലേബിൾസാണ് ഇവിടെ വന്നേക്കണേ. അത് ഡിഫോൾട്ടായിട്ട് 0 തൊട്ട് വന്നതാണ്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഇവിടുത്തെ റിഗ്രസറിൻ്റെ മോഡലിൻ്റെ റിഗ്രസറിൻ്റെ പേര് നമ്മൾ കൊടുത്താണ് ലോഗ് റിഗ് ആണ്. ആ മോഡലിൻ്റെ പേര് ഡോട്ട് ക്ലാസ്സസ് എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അതിലുള്ള ക്ലാസ്സസ് ഇതിൻ്റെ പേരായിട്ട് വന്നോളും. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ഇപ്പോൾ ഈ സംഭവം വരയ്ക്കേണ്ട ഡിസ്പ്ലേ ചെയ്യേണ്ട സാധനം വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലോട്ട് അയക്കാൻ വേണ്ടിയിട്ട് ഡോട്ട് പ്ലോട്ട് അടിക്കണം. പിന്നെ PLT ഡോട്ട് ഷോ അടിക്കണം. അപ്പോഴാണ് അത് പ്ലോട്ടായി വരുള്ളൂ. നമുക്കപ്പോൾ അത് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഇങ്ങനെ പ്ലോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ലേബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സംഭവങ്ങളാണ്. ഈ 0, 1 അതേപോലെ ഈ 0, 1 ഇല്ലേ, അതാണ് നമ്മുടെ പ്രോബ്ലത്തിൽ നിങ്ങൾക്കറിയാം
ഇതാണ് നമ്മുടെ ക്ലാസ്. അതിൽ വന്ന വാല്യൂസ് 0യും 1 ആവുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഒരു പേരാണെങ്കിൽ ആ പേര് അവിടെ ഓട്ടോമാറ്റിക് വന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം. ഇത് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് വന്ന എന്താണെന്ന് പറഞ്ഞാൽ 0 തൊട്ട് എത്ര ക്ലാസ് ഉണ്ടോ അത്രയും വരും. ഇപ്പോൾ 0, 1 അങ്ങനെ പറഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് പ്ലോട്ട് ചെയ്യണേ. ഇതല്ലാണ്ട് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. നമുക്ക് വേറെ രീതികളിൽ ഇത് പ്ലോട്ട് ചെയ്യാം. മാറ്റ് പ്ലോട്ട് ഉപയോഗിച്ച് തന്നെ വേറെ രീതിയിലും പ്ലോട്ട് ചെയ്യാം. എനിക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ട് തോന്നിയത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു മെട്രിക്സിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് ഇതിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഈ പാക്കേജിൽ തന്നെ ഇരിക്കണേ. അപ്പോൾ ഡയറക്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യണതാണ് എളുപ്പം. അങ്ങനെ നിങ്ങൾ മെട്രിക്സ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ കണ്ട ഫ്രം sklearn ഡോട്ട് മെട്രിക്സ് ഇമ്പോർട്ട് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് അടിച്ച പോലെ നമുക്ക് ഇനി ഇവിടെ ആവശ്യമുള്ള ഓരോന്നും ഇമ്പോർട്ട് ചെയ്യാൻ നിൽക്കണം. ആക്യുറസി സ്കോർ, റീകോൾ സ്കോർ, പ്രിസിഷൻ സ്കോർ, ഇങ്ങനെ ഓരോന്നും ഇമ്പോർട്ട് ചെയ്യാൻ നിൽക്കണം. അതിന് എളുപ്പം മെട്രിക്സ് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് മെത്തേഡ് കോൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ആക്യുറസി പ്രിൻ്റ് അയക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ് നോക്കി മെട്രിക്സ് ഡോട്ട് മെട്രിക്സിലുണ്ട് മെത്തേഡിൻ്റെ പേര്. ഈ മെത്തേഡുകളെല്ലാം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആക്യുറസി ആണെങ്കിൽ ആക്യുറസി സ്കോർ എന്നാണ്, റീകോൾ ആണെങ്കിൽ റീകോൾ സ്കോർ എന്നാണ്, പ്രിസിഷൻ ആണെങ്കിൽ പ്രിസിഷൻ സ്കോർ എന്നാണ്, എഫ് സ്കോർ ആണെങ്കിൽ ഇവിടെ F1 സ്കോർ, അത് ഓർത്തിരുന്നാൽ മതി. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ മെട്രിക്സ് ഡോട്ട് ഫസ്റ്റ് 2-3 ലെറ്റർ അടിക്കുമ്പോഴേക്കും സജഷൻ വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ്, ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പാസ് ചെയ്യേണ്ടത് അറിയാം. ആക്ച്വൽ വാല്യൂ പ്രെഡിക്റ്റഡ് വാല്യൂ ആണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് പാസ് ചെയ്യേണ്ട എല്ലാത്തിൻ്റെയും. ആദ്യം വന്ന ആട്രിബ്യൂട്ട് ആക്ച്വൽ വാല്യൂ, രണ്ടാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് മോഡൽ പ്രെഡിക്റ്റ് ചെയ്തേക്കണ വാല്യൂ. ഇവിടെ ടൈപ്പ് ചെയ്യാൻ എളുപ്പത്തിന് ആദ്യം മൊത്തം ട്രെയിനിങ്ങിൻ്റെ കണ്ടുപിടിച്ചു, പിന്നെ ടെസ്റ്റിൻ്റെ കണ്ടുപിടിച്ചാണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് ആക്യുറസി സ്കോർ ചെയ്യുമ്പോൾ ആക്യുറസി കിട്ടും. അതേപോലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര എളുപ്പത്തിൽ തന്നെ ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളാണിത്. ഇതിൻ്റെ അകത്ത് ഓർക്കേണ്ടത് ആട്രിബ്യൂട്ട്സിൽ ആദ്യം കൊടുക്കേണ്ടത് ആക്ച്വൽ വാല്യൂയും രണ്ടാമത് കൊടുക്കേണ്ടത് പ്രെഡിക്റ്റഡ് വാല്യൂ ആണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റണ്ണായപ്പോൾ അതിൻ്റെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, F സ്കോർ വന്നിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റിൻ്റെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്തത് ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്, ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു ഇവിടം വരെയുള്ള നമ്മുടെ മോഡലിൽ ഫിറ്റ് ചെയ്യണ വരെയുള്ള എല്ലാ കാര്യവും നമ്മൾ ഇതുവരെ ചെയ്തതായിട്ട് സെയിം ആണ്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആവുകൊണ്ടാണ് നമ്മുടെ ഇവാലുവേഷനും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. പിന്നെ കൺഫ്യൂഷൻ മെട്രിക്സ് വരും. പിന്നെ കൺഫ്യൂഷൻ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ചെയ്ത് വെച്ചാണ്. അത് കഴിഞ്ഞ് കൺഫ്യൂഷൻ മെട്രിക്സിനെ എങ്ങനെ ഇത്തിരിയും ഈ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞത്. കൺഫ്യൂഷൻ മെട്രിക്സ് ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ട് ഇത് വേറെ രീതികളിൽ ചെയ്യാം കേട്ടോ. മാറ്റ് പ്ലോട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ഈ മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് അതെല്ലാം ഇരിക്കുന്നത് മെട്രിക്സ് എന്ന് പറഞ്ഞ പാക്കേജിൽ sklearnൽ തന്നെ സബ് പാക്കേജാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്താണ് ഈ പറഞ്ഞ കൺഫ്യൂഷൻ മെട്രിക്സും അതേപോലെ ബാക്കിയെല്ലാം കൺഫ്യൂഷൻ മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള മെത്തേഡും ഇതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള എല്ലാ സ്കോറുകളും അതൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ മെട്രിക്സ് എന്ന് പറഞ്ഞ സബ് പാക്കേജിലാണ് sklearnലുള്ള. അത് ഓർത്തിരുന്നാൽ മതി. ബാക്കി നമ്മുടെ തുടക്കത്തെ പരിപാടികളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.